എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഹിന്ദി എഴുതാൻ പഠിക്കുകയാണ്. എങ്ങനെയാണ് ഹിന്ദി എഴുതുന്നത്, അതായത് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം എഴുതി പഠിക്കുന്നത്. ഓരോ അക്ഷരം എഴുതുന്നതിനും അതിൻ്റേതായ ഘടനയുണ്ട്. അപ്പം നമുക്കതൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം 11 സ്വരാക്ഷരങ്ങളാണ് ഹിന്ദിയിലുള്ളത്. ഫസ്റ്റ് ലെറ്റർ ആയാണ്. ആ വളരെ സിമ്പിളാണ്. ഒരു 3 എഴുതിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വര, മുകളിൽ വരയിടൽ ഹിന്ദി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് ആ. ആ ആ എഴുതി ഒരു വരയും കൂടി ഇട്ടാൽ ആ എന്ന അക്ഷരമായി, ദീർഘമായി. ഇ ഇ നോക്കിയാട്ടെ, ഇ നമ്മൾ ടായൊക്കെ എഴുതുന്ന പോലെയാണ് ഇ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചോർച്ചിട്ട് പുറത്തേക്ക് വരും. അടുത്തത് ഈ വരുമ്പോൾ മുകളിലൊരു ദീർഘം വരണം, മുകളിലൊരു ദീർഘം ഈ. അടുത്തത് ഉ. പറഞ്ഞെഴുതാൻ പഠിക്കണം കേട്ടോ. ഉ വളരെ സിമ്പിളാണ്. ഒരു 3 എഴുതിയാൽ മാത്രം മതി. അതിൻ്റെ മുകളിലൊരു വരയിട്ട് കൊടുത്താൽ ഊവായി. ഊ എഴുതി അതിൻ്റെ നടുക്ക് നിന്ന് ഒരു ചിഹ്നം, നമ്മൾ കിട്ട പോലെ ഒരു ദീർഘം ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സെൻറ്ററിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി. ഊ. ആ ഇ ഉ ഊ. അടുത്തത് റ്. ഇങ്ങനെ ഇടുക, എന്നിട്ട് നേരെ ഒരു വരയിടുക. ഇത് കുറച്ച് വിഷമമുണ്ട്, എങ്കിലും പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്താൽ എഴുതാൻ സാധിക്കും. റ് ന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് എ. ഇതാണ് ഹിന്ദിയിലെ എ. ഇനി എ എന്നും ഐ എന്നും നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, ഐ. എ എന്ന അക്ഷരം നമ്മൾ പൊതുവെ യൂസ് ചെയ്യൽ കുറവാണ്, എങ്കിലും ഐ ആണ്. ഐസ, അങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യാറ്. ഐ. ഓ. ഓയും നമ്മൾ ഹിന്ദിയിൽ ഈ ഓ വെച്ചിട്ട് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാറ്. മലയാളത്തിലെ പോലെ ഓ എന്നിങ്ങനെ രണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ ഓ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നതും ഓ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നതും ഈ ഒരു ഓ വെച്ചിട്ട് തന്നെയാണ്. അടുത്തത് ഔ. ഔ വരുമ്പോൾ നമ്മൾ ഇവിടെ ഓക്ക് ഒരു വരയാണ് കൊടുത്തത്. മുകളിൽ നമ്മൾ 2 എണ്ണം കൊടുത്താൽ ആ എഴുതി 2 വര കൊടുത്താൽ എന്തായി? ഔ എന്ന ശബ്ദമായി, ഔ എന്ന വർണ്ണമായി. ആ ഇ ഉ ഊ ഇർ എ ഐ ഓ ഔ അം. എങ്ങനെയായിരിക്കും? ആ എഴുതി മുകളിലാണ്, മുകളിലൊരു ബിന്ദിയിട, അം. ഇനി എന്തുണ്ട്? അഹ്. 2 വിസർഗമുണ്ട്, അഹ്. ഇതാണ് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ എഴുതി പരിശീലിക്കേണ്ടത്. ആ ഇ ഉ ഇർ എ ഐ ഓ ഔ അം
അഹ്. ഇതിങ്ങനെ ഒരു 5 പ്രാവശ്യങ്ങൾ എഴുതിയാൽ നമുക്ക് ഹിന്ദി സ്വരാക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ധന്യവാദം.